നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇനി മുതൽ ടാക്സികളിൽ സൗജന്യ വൈഫൈയും ഇന്റർനെറ്റും ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് RTI അധികൃതർ. യാത്രക്കാർക്ക് 50 MB ഡാറ്റ സൗജന്യമായി ടാക്സികളിൽ ഉപയോഗിക്കാനാവും. കൂടുതൽ ആവശ്യമെങ്കിൽ ആപ്പ് വഴി വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മൊബൈൽ സേവനദാതാക്കളായ ഡൂവുമായി സഹകരിച്ചാണ് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വൈഫൈ സൗകര്യം ഒരുക്കുന്നത്. ഇതിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഹൈടെക് ടാക്സിയിലൂടെ നടപ്പാക്കുന്നതെന്ന് RTI ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഡയറക്ടർ ഖാലിദ് അൽ അവാദി അറിയിച്ചു. വിവിധ കമ്പനികളിൽ നിന്ന് 5500 ടാക്സികളാണ് RTI ഏറ്റെടുത്ത് നടത്തുന്നത്. കരീം കമ്പനിയുമായി സഹകരിച്ച് ഇവയെല്ലാം കരീം ആപ്പ് മുഖേന പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവയിലെല്ലാം ഹൈടെക് സംവിധാനം ലഭ്യമാക്കും. നിരക്ക് വർധന കൂടാതെ തന്നെ അധിക സേവനം ഒരുക്കുകയാണ് RTI. വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നും ദുബായിലെത്തുന്ന സന്ദർശകർക്ക് എല്ലാ സൗകര്യവും ഉറപ്പുവരുത്തുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പുതിയ നടപടി. ഹിന്ദി ഉൾപ്പെടെ 26 ഭാഷകൾ കൈകാര്യം ചെയ്യാൻ ഹൈടെക് ടാക്സികളിൽ ഇപ്പോൾ തന്നെ സംവിധാനമുണ്ട്. ടാക്സികളിൽ വൈഫൈയുമായി ബന്ധിപ്പിച്ച് ലക്ഷ്യസ്ഥാനം സ്വയം ടൈപ്പ് ചെയ്ത് നൽകാൻ സന്ദർശകർക്ക് സാധിക്കും. ആപ്പിലൂടെ തന്നെ പണം നൽകാനുള്ള സൗകര്യവും അടുത്ത ഘട്ടത്തിൽ നടപ്പാക്കാനാണ് തീരുമാനം. യാത്രക്കാർക്ക് 50 MB ഡാറ്റ സൗജന്യമായി ടാക്സികളിൽ ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ ഡാറ്റ ആവശ്യമുണ്ടെങ്കിൽ ആപ്പ് വഴി വാങ്ങാനുള്ള സൗകര്യവുമുണ്ട്. മൊബൈൽ സേവനദാതാക്കളായ ഡൂവുമായി സഹകരിച്ചാണ് ഈ സൗകര്യം ഒരുക്കുന്നത്. 194 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ദുബായ് സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. ടാക്സികളിൽ ഇവർക്ക് അവരവരുടെ ഭാഷയിൽ ഡ്രൈവറുമായി സംസാരിക്കാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൂടെ സാധിക്കും. ഹിന്ദി ഉൾപ്പെടെ 26 ഭാഷകൾ കൈകാര്യം ചെയ്യാൻ ഹൈടെക് ടാക്സികൾ സംവിധാനമുണ്ട്. ടാക്സികളിൽ വൈഫൈയുമായി ബന്ധിപ്പിച്ച് ലക്ഷ്യസ്ഥാനം സ്വയം ടൈപ്പ് ചെയ്ത് നൽകാൻ കഴിയും. ഇത് ഡ്രൈവർക്ക് മുന്നിലെ സ്ക്രീനിൽ തെളിയുകയും ചെയ്യും. ആപ്പിലൂടെ തന്നെ പണം നൽകാനുള്ള സൗകര്യവും അടുത്ത ഘട്ടത്തിൽ നടപ്പാക്കും. ഇപ്പോൾ ഡ്രൈവർമാർക്ക് നേരിട്ടോ നോട്ട് കാർഡ് വഴിയോ ടാക്സിയിൽ യാത്രാക്കൂലി നൽകാവുന്നതാണ്. കരീം ആപ്പ് വഴിയോ നേരിട്ടോ റോഡിൽ നിന്നോ ടാക്സി ലഭിച്ചാലുടൻ മൊബൈലിലെ വൈഫൈ പ്രവർത്തിപ്പിച്ചാൽ taxiconnect.ae എന്ന വെബ്സൈറ്റ് ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡ്രൈവർക്ക് മുന്നിലും നിങ്ങളുടെ മൊബൈലിലും ഒരുപോലെ സ്ക്രീനിൽ ദൂരവും സമയവും നിരക്കും അടക്കമുള്ള വിവരങ്ങൾ തെളിയും. ഇതിലൂടെ നിങ്ങൾക്ക് വിവിധ സേവനങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. കരീം ആപ്പ് വഴി പ്രവർത്തിപ്പിക്കുന്നത് മൂലം കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് പ്രധാന നേട്ടമെന്നത് ഖാലിദ് അൽ അവാദി വ്യക്തമാക്കി. മുമ്പ് ബുക്ക് ചെയ്ത് ശരാശരി 12 മിനിറ്റ് കാത്തിരിക്കണമായിരുന്നു ടാക്സി ലഭിക്കാൻ. എന്നാൽ ഇപ്പോൾ കരീം ആപ്പ് വഴി ബുക്ക് ചെയ്താൽ 3.5 മിനിറ്റിനുള്ളിൽ ടാക്സി ലഭിക്കും. വെറും 6 മാസം കൊണ്ട് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു. പ്രതിവർഷം 16.5 കോടി ആളുകൾ ദുബായിൽ ടാക്സി ഉപയോഗിക്കുന്നുണ്ട്. ഇതിനു പുറമെ പ്രതിവർഷം 1.6 കോടി സന്ദർശകരും ദുബായ് സന്ദർശിക്കുന്നുണ്ട്. ഇവരും ടാക്സിയാണ് ഉപയോഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.